ഹലോ ഗായ്സ്, അപ്പോൾ ഞാനും കുറേ ഇന്ന് നാട്ടിൽ പോവാണേ. ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കിയിട്ട് അക്കുൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അക്കു അപ്പുറത്തെ റൂമിലോട്ട് ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി വെയിറ്റ് ചെയ്യുമായിരുന്നു ട്രെയിൻ എടുക്കാൻ വേണ്ടി. ഞങ്ങൾക്ക് വിശന്ന് ഞങ്ങളൊരു കപ്പയൊക്കെ എടുത്ത് കഴിച്ചായിരുന്നു. പിന്നെ എനിക്ക് ട്രെയിനിൽ കയറിയപ്പോൾ തൊട്ട് ഭയങ്കര മൈഗ്രെയിനായിരുന്നു. ഭയങ്കര മൈഗ്രെയിനാണ്. ഞാനവിടെ കിടക്കുമായിരുന്നു. പകുതിയോളം സമയം ഞാൻ കിടക്കുമായിരുന്നു. പിന്നെ കുറച്ച് ഒരു 8 ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കഴിച്ചായിരുന്നു. ബർഗർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുൾ ഉറക്കമായിരുന്നു കേട്ടോ. വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം ഒരു നല്ല നല്ല എന്തോ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളായിരുന്നു സീറ്റിൽ. അതുകൊണ്ട് ഭയങ്കരമായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. സീസൺ അല്ലായിരുന്നല്ലോ, അതുകൊണ്ട് സീറ്റൊക്കെ ഉണ്ടായിരുന്നു. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. രാവിലെ ഇപ്പോൾ നല്ല തണുപ്പായിരുന്നു. കുറേയപ്പോൾ ആ ഡോർ അടയ്ക്കാൻ വേണ്ടി കാണിക്കുവാണ് അത് കേട്ടോ. പിന്നെ കായംകുളം എത്തി. കൊച്ചുകളിക്കായിരുന്നു. കായംകുളം എത്തി. ഞാൻ ഇറങ്ങി. പിന്നെ കുറേയുടെ ടാറ്റയും ബൈ ബൈ സി യു ഒക്കെ പറഞ്ഞ് പിന്നെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് കാത്തനോടും കിച്ചനോടും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അമ്മച്ചിയോട് പറഞ്ഞ് കാത്തനോടും കിച്ചനോട് പറയണ്ടാന്ന്. അങ്ങനെ കായംകുളത്ത് ഇറങ്ങി ഞാൻ ഓട്ടോയിൽ കയറിപ്പോയി. പിന്നെ നാട്ടിലത്തെ വെയിലടിച്ചപ്പോഴേ എന്തോ എനിക്ക് ഭയങ്കര ഒരു സമാധാനം, എന്തോ എനിക്ക് മനസ്സിലൊക്കെ ഭയങ്കര സന്തോഷം. പിന്നെ എനിക്ക് വീട്ടിൽ ചെന്നിട്ട് കാത്തുൻ്റെയും കിച്ചുവിൻ്റെ എക്സ്പ്രഷൻ എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ ചെന്നപ്പോഴേ കാത്തും കിച്ചും നല്ല സൂപ്പർ ഉറക്കമായിരുന്നു. പിന്നെ എൻ്റെ അമ്മച്ചിയായിട്ട് കുറച്ച് നേരം സംസാരിച്ചു. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കിച്ചു ആണെന്ന് വന്നു. കിച്ചു വൻ എക്സ്പ്രഷനാണ്. എൻ്റെ പൊന്നെ അവൻ സത്യമായിട്ട് ഞെട്ടി അവിടെ സ്റ്റക്കായിപ്പോയി. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ കിച്ചനെയും കൊണ്ട് കാത്തുവിൻ്റെ എക്സ്പ്രഷനെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നതാണ്. പാവം പിള്ളേരെല്ലാം എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ വന്ന് കാത്തും കിച്ചുവിനെയൊക്കെ കണ്ടു. കിച്ചു ആണെങ്കിൽ ദൂച്ചിന്ന് പറഞ്ഞ് ഓടി വന്ന് കെട്ടിയെടുക്കുകയും ചെയ്തു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ദോശ പിച്ചി വായിലോട്ട് വെക്കുക, അവൻ ഓടി ഇങ്ങനെ ദൂച്ചി എന്നായിരുന്നു. അപ്പം ശരി, പിന്നെ കാണാം. ബൈ.